ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കാന്താരി വെച്ചൊരു അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത്രയും വെളുത്തുള്ളി, ഒരു 1.25 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ ഇത്ര എടുത്തിട്ടുണ്ട്, കായപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചൊന്ന് വാട്ടാം. നമുക്കിതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടേ അതിനകത്തോട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് 3-4 സ്പൂൺ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് എഴുതി കിടന്നോട്ടെ, ഇന്ന് വാടട്ടെ. ഞാൻ വിനാഗിരിയും ഉപ്പും തിളപ്പിച്ച വെള്ളവും കൂടെ 5 മിനിറ്റ് ഞാൻ അതിനകത്ത് ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വാടി ഞാനിനി കോരി വെച്ച് ഇനി നമുക്കിത് കടുക് വറുക്കാം. കടുക് വറുത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാം. ചീഞ്ചിരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 4-5 സ്പൂൺ എണ്ണയ്ക്ക് കണക്കിന് ഒഴിക്കാം. നമുക്ക് നമ്മൾ എണ്ണ ചൂടായിട്ട് നമുക്കൊരു 1/4 സ്പൂൺ കടുക് ഇടുക. വെളുത്തുള്ളി ഇഞ്ചി ഇടാം. കരിയാപ്പില എടുത്തുകൊണ്ട് വന്നില്ല, അതുകൊണ്ട് കരിയാപ്പില ഇടുന്നില്ല. നമ്മളെ ഉലുവ ഇടാം. ഉലുവ ഇടാൻ മറന്നു പോയായിരുന്നു. നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് നമ്മുടെ കായപ്പൊടിയും കൂടി ഇടാം. നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുളക് ഇടുക. ശകലം ഉപ്പിടാം. 2 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഇനി നമ്മുടെ മുളക് ഇടാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളത്. 10 മിനിറ്റ് ഏകദേശം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കൊളസ്ട്രോളുകാർക്കും BP-ക്കാർക്കും ഒക്കെ നല്ലതാണ് നമ്മുടെ കാന്താരി അച്ചാർ. നമ്മുടെ കാന്താരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അത് നമ്മുടെ കാന്താരി അച്ചാർ അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് BP-ക്കും കൊളസ്ട്രോളിനൊക്കെ പറ്റിയതാണ്. നമുക്ക് രണ്ട് ചോറുണ്ണുമ്പോൾ ഇച്ചിരി ചാറും ഒരു ശകലം 2 കാന്താരിയൊക്കെ എടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ അത് നല്ലതാണ്. നമ്മുടെ BP-ക്ക് നമ്മുടെ കൊളസ്ട്രോളിനും ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് അച്ചാർ. നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല അടിപൊളി അച്ചാറാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആക്കി കഴിഞ്ഞ് തണുത്ത് നമുക്കൊരു ടിന്നകത്തിട്ട് 1-2 ആഴ്ച 1 മാസം വരെ വേണമെങ്കിൽ നമുക്ക് വെച്ചിരുന്ന് ഇത് കൂട്ടാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.